9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. ചില ഹോസ്പിറ്റലിൽ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റൽ ഇത്ര നല്ലൊരു ബിസിനസ് സാറില്ല. ഞങ്ങളെ കിട്ടില്ല. ജഫ്രൂലിയ പെണ്ണുങ്ങൾ വെച്ച് 2 വീട്ടിൽ നിന്ന്, എന്റെ പെണ്ണുങ്ങൾ 9 വെച്ച് വീട്ടിൽ നിന്ന് പുറത്ത് വിടുക. ഈ വിഷയമൊക്കെ പുറത്ത് പോട്ടെ, ഇത് ഡേറ്റ് പിടിച്ചേക്കണ്ട, പുറത്ത് പോട്ട് വെക്ക്. 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഏത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. വേറില്ല, ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല, ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല, ഡോക്ടർ സമ്മതം വേണം. അത് സുബിനൂപിക്കാത്ത ഞാൻ പോവാ. അപകടം വരും ചങ്ങായെ. ഈ രശ്മികൾ കടത്തിവിട്ടിട്ട് ഈ ബ്രോണം കീട് വരും. 1-ാമത്തെ സ്കാനിങ്ങിൽ കുട്ടിന്റെ കിഡ്നി കേടുന്നു. 2-ാം സ്കാനിങ് പറയാണ് കുട്ടിയുടെ കിഡ്നി കേടുണ്ട്. 1-ാമത്തെ സ്കാനിങ് നടന്നപ്പോൾ കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. 2-ാമത്തെ സ്കാനിങ്ങിൽ പറയുന്ന കുട്ടിയുടെ ബ്രെയിൻ കേടുണ്ട്. വെള്ളം നിറഞ്ഞ അതാണ് എന്റെ ആദ്യത്തെ സ്കാനിങ് ആണ് യൂസ് ചെയ്ത് മുഴുവൻ ഉണ്ടാക്കിയത്. മനസ്സിലാക്കി വെച്ചോ. കുട്ടിയുടെ കുഞ്ഞു ഹൃദയം, ആ ഹൃദയം പ്രവർത്തിക്കുന്നില്ല. നിന്റെ സ്കാനിങ് കൊണ്ട് സംഭവിച്ചതാണത്. പ്രവർത്തിക്കാത്തത് സ്കാനിങ് കൊണ്ട് കണ്ടതല്ല, സ്കാനിങ് കൊണ്ട് പ്രവർത്തിക്കാതിരുന്നതാണ്. നമ്മുടെ നാട്ടിൽ പഴയ കാലം എന്ന് പറഞ്ഞാൽ ഒരു 40 കൊല്ലം മുമ്പേ നിങ്ങളുടെ ഈ മൈലാമ്പാടത്തും മണ്ണാർക്കാടും കൊട്ടോപ്പാടത്തും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള സകല സ്ഥലങ്ങളിലും മുസ്ലിമീങ്ങൾ ചെയ്തിരുന്ന ഏർപ്പാട് എന്താണെന്നറിയോ? ആ പ്രസവവേദനയുള്ള പെണ്ണിനെ ട്രീറ്റ് ചെയ്യാൻ തൊട്ടടുത്ത അയൽപക്കത്തിലുള്ള പെണ്ണുങ്ങൾ വരും. വേറെ ഒരു പെണ്ണ് പൊതുവോട് തൊട്ടങ്ങ് ചെന്നിട്ട് അവിടെ ഇരുന്നിട്ട് മൗലിദ് കിതാബ് എടുത്തിട്ട് ബദരീങ്ങളെ വിളിക്കോ, ബദരീങ്ങളെ വിളിക്കോ, ബദർബൈത്ത് ചൊല്ലോ. ബദർബൈത്ത് ചൊല്ലിയിട്ടും പെണ്ണിന്റെ പ്രസവ വേദന വൈകിപ്പോയാലോ അവിടെ നഫീസത്ത് മാല ചൊല്ലും, മഞ്ഞക്കുളം മാല ചൊല്ലോ, മൊഹീദ്ദീൻ മാല ചൊല്ലും, റിഫാഇ മാല ചൊല്ലോ. ഇത് ചൊല്ലിക്കഴിയുമ്പോഴേക്കും റാഹത്തായി പെണ്ണ് പ്രസവിക്കും. ഒരു ഓപ്പറേഷനും വേണ്ട, ഒരു സിസേറിയനും വേണ്ട, ഒരു ബോധം കെടുത്തലും വേണ്ട, ഒരു കട്ടിങ്ങും വേണ്ട, ഒരു സ്റ്റിച്ചിങ്ങും വേണ്ട, പെണ്ണ് പ്രസവിക്കും. അത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇന്നിപ്പോ നമ്മൾ ആൾക്കാർക്കൊക്കെ പെണ്ണിന് ചില ആളുകളൊക്കെ അവിടെ സ്വകാര്യത്തിൽ ചെവിയിൽ വന്നു കണ്ടാ പറയും, അതെ മോൾക്ക് ഗർഭാണ്, ഇവരെ ചെയ്ത്താൻ കൂടിയാൽ മതി. അപ്പൊ എന്താണ് ഈ ഡോക്ടർമാർ ഇവരൊക്കെ കൊണ്ട് കൂടിയിട്ട് ഗർഭം എന്നുള്ളതൊരു രോഗാക്കി മാറ്റി. എന്നിട്ട് ഗർഭത്തിന്റെ ലക്ഷണം കാണുമ്പോൾ ഒരു പരിശോധന, പിറ്റത്തെ മാസം പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധന, പിന്നെ പരിശോധനയോട് പരിശോധന. അവസാനം പിന്നത്തെ പരിശോധന ഏതാണെന്ന് വെച്ചാൽ ഓരൊക്കെ കൈവെട്ടുകാരും മെഡിക്കൽ കോളേജിൽ പിന്നെ പോരാ. ഗർഭിണിയാൽ ഓടി ഹോസ്പിറ്റലിലേക്ക്. ഈ ആന പേരുണ്ട്. എന്നിട്ട് വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് ഏത് ഹോസ്പിറ്റലിൽ പറ്റും? ആനന്റെ പ്രസവത്തിന് അത്ര അടങ്ങൾ വെച്ച പ്രസവം പോയാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഇവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് 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 അല്ലാഹ്. പൂച്ച 6 പേരുന്നു, ആ ആട് പേരുന്നു 2, 3, 4. നായ 3-ാം മാസം പേരുന്നു. ഇന്ന് വരെ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടില്ല. ഇവിടെ മഹാന്മാരുടെ ചില സംഗതികളുണ്ട്, അത് നമ്മൾ അവഗണിക്കാൻ വേണ്ടി പറ്റില്ല. എത്ര കുടുംബത്തിലെ അംഗങ്ങൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെ മർക്കസിലെ മുദരിസ് ചിയൂർ അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിന് 5 അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഞങ്ങൾ തുടങ്ങിയിട്ട് എല്ലാവരും പെണ്ണുങ്ങൾ 10, 12, 15 ഒക്കെ പ്രസവം ഒക്കെ വീട്ടുന്ന പ്രസവം.